ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 2 മലയാളം സിനിമകളുടെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ തലവൻ എന്ന ആസിഫ് അലി ബിജു മനോൻ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ബുധനാഴ്ച സിനിമയ്ക്ക് വീണ്ടും മികച്ചൊരു ദിവസമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 18 ലക്ഷത്തിന് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 20 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയ്ക്ക് 40 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ 10 കോടിയിലേറെ കേരള ഗ്രോസ് കളക്ഷൻ മാത്രം നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 16-17 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജിസ്റ്റു ഇതുവരെ സംവിധാനം ചെയ്ത വിവിധ മലയാളം സിനിമകളിൽ ഏറ്റവും ചെലവേറിയ സിനിമയായിട്ട് ഏകദേശം 5-10 കോടി റേഞ്ചിൽ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് തലവൻ. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ച ഈ വർഷത്തിലെ ഏറ്റവും പുതിയ മലയാളം സിനിമ കൂടിയാണ്. എന്തായാലും ഇനിയും സിനിമ മികച്ച കളക്ഷൻ നേടിയെടുക്കും. 20 കോടിക്ക് മുകളിലെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ വരുമെന്നാണ് ഇപ്പോഴും നാം പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ റിപ്പോർട്ടാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ റിപ്പോർട്ട്. ഒപ്പം ഇന്നത്തെ ബുധനാഴ്ച ദിവസത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ടിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 18 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 30 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ ഇന്നത്തോടെ 44 കോടി 30 ലക്ഷത്തിന് മുകളിൽ കേരളത്തിൽ മാത്രം കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇന്നത്തോടെ 85 കോടി ടച്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലെ വിവിധ സിനിമകളെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ കളക്ഷൻ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. 81 കോടി ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ദുൽഖറിന്റെ മലയാളം കരിയർ ബെസ്റ്റ് സിനിമയായ കുറുപ്പിന്റെ ഫൈനൽ കളക്ഷൻ. ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത കണ്ണൂർ സ്ക്വാഡിന്റെ 82 കോടി ഫൈനൽ കളക്ഷൻ. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ 83 കോടി ഫൈനൽ കളക്ഷനും ഇപ്പോഴത്തെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന കോമഡി എന്റർടൈനർ സിനിമ മറികടന്നിരിക്കുകയാണ്. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ ആടുജീവിതം പോലെ തന്നെ വിവിധ സിനിമകളെ മറികടന്നിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ 90 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഒരൊറ്റ മലയാളം സിനിമയ്ക്കും 90-100 കോടി റേഞ്ചിൽ ഫൈനൽ കളക്ഷൻ ഇല്ല. ഗുരുവായൂർ അമ്പലനടയിൽ ആ നേട്ടത്തിലേക്ക് എത്തപ്പെടട്ടെ, എത്രയും വേഗം എത്തപ്പെടട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾ കേട്ട്.